ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഹിന്ദിയിൽ നിന്നും ഒരു നായിക വരുന്നു. എന്നാൽ ഷൂട്ട് തുടങ്ങിയ ആദ്യത്തെ ദിവസം ഒരു വലിയൊരു ദുരന്തം സംഭവിച്ച് ആ സിനിമയുടെ ഷൂട്ട് മുടങ്ങുന്നു. ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മലയാള സിനിമയിലെ കാരണവരായ മധു സാറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അതിലൊരു സംവിധായകൻ മധുവിനെ മനസ്സിൽ കണ്ടൊരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് വന്ന് അദ്ദേഹം അത് ഞാനല്ല ഇതിന് ആപ്റ്റ്, ഇത് പ്രേം നസീറാണ് എന്നും പറഞ്ഞ് ആ ഒരു സിനിമ അദ്ദേഹം തന്നെ ഓർഗനൈസ് ചെയ്ത് പ്രേം നസീറിനെ വെച്ച് ഓണാക്കിയ കഥയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു സിനിമയാണ് എയർ ഹോസ്റ്റസ്. ഇപ്പോൾ പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം മധുസാറിൻ്റെ ശിഷ്യനാണ്. മധുസാറിനെ വെച്ച് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം എയർ ഹോസ്റ്റസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹിന്ദിയിലെ ഒരു നോവലിനെ ബേസ് ചെയ്ത് അതിൻ്റെ നിർമ്മാതാക്കൾ അതിൻ്റെ ഒരു റൈറ്റ്സ് ഒക്കെ മേടിച്ച് അവരൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയ ശേഷം സംവിധായകനെ അപ്രോച്ച് ചെയ്ത് അവർ മധുസാറിൻ്റെ അടുത്തേക്ക്, അപ്പോൾ ഈ സംവിധായകൻ പി ചന്ദ്രകുമാറിനെ മധുസാറാണ് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള കൂടുതൽ കംഫർട്ടുള്ള അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു, സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ മധുസാർ സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് പറഞ്ഞു, ഒരു ബിസിനസ്മാൻ്റെ ഒരു കഥാപാത്രമാണ് ഇത്, ഞാനിത് ചെയ്യുന്നില്ല. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ ഒരു സ്ക്രിപ്റ്റ് എന്നെക്കാട്ടും കൂടുതൽ ആപ്റ്റ് പ്രേം നസീർ ആയിരിക്കും, ഒരു ബിസിനസ്മാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗുണം ചെയ്യുക സിനിമയ്ക്ക് അത് നസീർ അഭിനയിച്ചതായിരിക്കും. മറ്റൊന്ന്, അന്ന് പല മാഗസീൻസിലൊക്കെ പി ചന്ദ്രകുമാറും മധു സാറും രണ്ടുപേരെയും കൂടി കളിയാക്കിയിട്ട് പി മധുകുമാർ എന്ന പേരിലൊക്കെ കളിയാക്കിയിട്ട് ആളുകൾ എഴുതിയിരുന്നു. അതായത് മധു സാർ ഒരു സംവിധായകനും കൂടി ആയതുകൊണ്ട് പി ചന്ദ്രകുമാർ എന്ന സംവിധായകൻ വെറും ഒരു ഡമ്മിയാണ്, സിനിമ ചെയ്യുന്നതൊക്കെ മധു തന്നെയാണ്, ചന്ദ്രകുമാറിന് വലിയ കഴിവൊന്നുമില്ല എന്ന രീതിയിലൊക്കെ അന്ന് ഗോസിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മധു സാർ പറഞ്ഞു, ചന്ദ്രൻ ആ ചീത്തപ്പേര് മാറ്റണം, ഞാനില്ലാതെ ഒരു സിനിമ മറ്റൊരു നടനെ വെച്ച് ചെയ്ത് പ്രൂവ് ചെയ്ത് ഹിറ്റാക്കണം എന്ന് പറഞ്ഞിട്ടാണ് മധു സാറ് തന്നെയാണ് നസീറിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹത്തെ പറഞ്ഞയക്കുന്നതും. അങ്ങനെ ആ ഒരു സിനിമ ഓണായി. അന്നത്തെ കാലത്ത് അതൊരു അത്യാവശ്യം നല്ല ബഡ്ജറ്റിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു എയർ ഹോസ്റ്റസ്. ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് രജനി ശർമ്മ എന്ന പേരിൽ ഹിന്ദിയിൽ നിന്ന് ഒരു നായികനെയാണ് ഇവർ കൊണ്ടുവന്നത്. അങ്ങനെ അവർ ആദ്യത്തെ ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തെല്ലാം പ്ലാൻ ചെയ്ത് അന്ന് ഷൂട്ട് തുടങ്ങുന്ന ദിവസം ഈ നായികയുടെ കൂടെ അന്ന് നായികയുടെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. നായികയുടെ അമ്മ അന്ന് ഹോട്ടൽ മുറിയിൽ അന്നവർ മരണപ്പെട്ടു. അത് എന്തോ സ്വാഭാവിക മരണം തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും ഷോക്കായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ ഷൂട്ടൊക്കെ നിർത്തി. അങ്ങനെ പിന്നെ ഈ ബോഡിയും കാര്യങ്ങളൊക്കെ തിരിച്ച് ബോംബെയിലേക്ക് അയക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഷൂട്ട് മുടങ്ങിയതെല്ലാം കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞ് ഇവർ വീണ്ടും ഷൂട്ട് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യണം. കാരണം പല ഡേറ്റ്സൊക്കെ ഇവരുടെ മാറിപ്പോവും. നസീറിൻ്റെയും മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഡേറ്റൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവർ വേറൊരു നായികയെ വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ നായിക വിളിച്ചിട്ട് സംവിധായകനോട് പറഞ്ഞു, ഞാൻ തന്നെ അഭിനയിക്കാം, എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നല്ലേ, ബോഡിയൊക്കെ അവിടെ എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ നിങ്ങളോട് നന്ദിയുണ്ട്, ഞാൻ തന്നെ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞ നായിക തന്നെ വരുന്നു, അഭിനയിക്കുന്നു. ഈ ഒരു ഷൂട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസം ഇതേപോലെ തന്നെ ഇവർ യൂണിറ്റിലെ വണ്ടിയോ എന്തോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. ഡ്രൈവർക്ക് അപകടം, കാര്യമായിട്ട് അപകടമൊക്കെ പറ്റുന്നു, ഡ്രൈവർ ഹോസ്പിറ്റലൈസ്ഡ് ആവണം. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചു, മരണവും ആക്സിഡൻറ്റും ഒക്കെ സംഭവിച്ചപ്പോൾ പലരും പറഞ്ഞു ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട്, ചെയ്യണ്ട. അതായത് നമ്മൾ പറയൂലേ സിനിമയിൽ കുറേ ഓൾറെഡി അന്ധവിശ്വാസം ഒക്കെ കൂടി കഴിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അപ്പോൾ ഇത് വേണ്ട, എന്തോ ഒരു ശാപം കിട്ടിയതുപോലെയാണ്, ഇത് ചെയ്യണ്ട എന്ന് സംവിധായകനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സംവിധായകൻ പറഞ്ഞില്ല ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സിനിമ തീർത്തു. ഇതെല്ലാം കഴിഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിലീസിൻ്റെ തലേ ദിവസം അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കാര്യമായിട്ട് അവരൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർ ഇതേപോലെ ആക്സിഡൻ്റ് ആയിട്ട് അതിൻ്റെ ഏതോ ഒരു ഏരിയയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറും മരണപ്പെട്ടു. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾ. പക്ഷേ സിനിമ തിയേറ്ററിലെത്തി. 80-ലാണ് ആ സിനിമ റിലീസാവുന്നത്. തിയേറ്ററിലെത്തി. ആ സിനിമ വളരെ സൂപ്പർ ഹിറ്റായി. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ തകിടം മറിച്ച് എന്താ പറയുക അതിജീവിച്ചുകൊണ്ട് തന്നെ, പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ തീർത്തത്. അങ്ങനെ സംവിധായകൻ പി ചന്ദ്രകുമാറിൻ്റെ നസീറിനെ വെച്ചും സിനിമകൾ ചെയ്യാം, ഹിറ്റാക്കാമെന്ന് ഈ സിനിമാ ലോകത്തിന് തന്നെ അദ്ദേഹം പ്രൂവ് ചെയ്ത് കൊടുത്ത ഒരു സിനിമ തന്നെയായിരുന്നു എയർ ഹോസ്റ്റസ്.